കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരമെടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. സ്നേഹമുള്ള വാത്സല്യ സഹോദരി സഹോദരന്മാരെ, വളരെയേറെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് നാം ഏവരും ഇന്ന് ഈ ദേവാലയ കൂദാശ കർമ്മത്തിൽ പങ്കുചേരുന്നത്. കാരണം വളരെ നാളത്തെ അധ്വാനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമാണ് അതിമനോഹരമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിനായി പ്രയത്നിച്ച എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട ശ്രീയക്കച്ചനെയും അച്ഛനോട് ചേർന്ന് നിന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് രാപകലുകൾ ചെലവഴിച്ച ഓരോരുത്തരെയും ഈ അവസരത്തിൽ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, അരീക്കരയിലെ ഇടവക ദേവാലയം പുതുക്കി പണിയുന്നതിനെ പറ്റിയുള്ള ചിന്തകൾ വന്നപ്പോൾ നിലവിലുള്ള ദേവാലയം സാമാന്യമായ രീതിയിൽ പരിഷ്കരിച്ചാൽ പോരെ എന്നുള്ള ഒരു ചിന്ത പലർക്കുമുണ്ടായി. ബാഹ്യമായി വലിയ കുറവുകളൊന്നുമില്ലാത്ത ആ ദേവാലയം കുറെ കാലം കൂടി തുടരുമല്ലോ എന്ന് പലരും എന്നോട് പറയുകയും ചെയ്തു. ആ അവസരത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനെയും കൈക്കാരന്മാരെയും വിളിച്ച് അതേക്കുറിച്ച് ഞാൻ സംസാരിച്ചു. അപ്പോഴാണ് മനസ്സിലാക്കിയത്, ഓരോ വർഷവും ഇതിൻ്റെ മെയിൻ്റനൻസിനായിട്ട് വളരെയേറെ നല്ല ഒരു തുക ചെലവഴിക്കുന്നുണ്ട് എന്നും, എന്നാൽ അതുകൊണ്ട് മാത്രം ദേവാലയത്തിൻ്റെ അത്യാവശ്യ പണികൾ നടക്കുന്നില്ല എന്നും, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി ഇത് അധികം മുന്നോട്ട് കൊണ്ടുപോവുക സാധ്യമല്ല എന്നും കാര്യകാരണ സഹിതം അവര് കുരിയായെ ബോധിപ്പിച്ചു. അതിന്റെ വെളിച്ചത്തിലാണ് പുതിയ ദേവാലയ നിർമ്മാണത്തിനുള്ള അനുവാദം അരമനയിൽ നിന്ന് നൽകിയത്.
ശരീരങ്ങൾ സ്വീകരിക്കുവാൻ നമ്മുടെ കർത്താവും ദൈവവും രാജാവും ജീവിതാതാവുമായ വിശുദ്ധാകൃപാപൂർവ്വം നമ്മെ യോഗ്യരാകെ വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും വഴി തന്നെ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ സ്വീകരിച്ചതും സ്വീകരിക്കുന്നതുമായ ഈ അച്ചാരം നിന്റെ കാര്യങ്ങളാൽ ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തുള്ള പ്രത്യാശയ്ക്കും നിന്റെ സന്നിധിയിൽ പ്രതിജ്ഞമാകുന്നു വർദ്ധിച്ചെല്ലാവരും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നമ്മായ ജീവിതത്തിനും കാരണമാകട്ടെ. സ്ഥലത്തിന്റെ നാഥായം. ദൈവം കരുണയോടെ